എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 98-ാം ദിവസം. ഇന്ന് 971 മുതൽ 980 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം സുവാസ്യനർച്ചനപ്രീതായേ നമഃ. ഓം ആശോഭനായേ നമഃ. ഓം ശുദ്ധമാനസായേ നമഃ. ഓം ബിന്ദുതർപ്പണസന്തുഷ്ടായേ നമഃ. ഓം പൂർവജായേ നമഃ. ഓം ത്രിപുരാംബികായേ നമഃ. ഓം ദശമുദ്രസമാരാധ്യായേ നമഃ. ഓം ത്രിപുരാശ്രീ വശങ്കരിയേ നമഃ. ഓം ജ്ഞാനമുദ്രായേ നമഃ. ഓം ജ്ഞാനഗമ്യായേ നമഃ. എന്നൂടെ പറയാം. ഓം സുവാസിന്യ അർച്ചനപ്രീതായേ നമഃ. ഓം ആശോഭനായേ നമഃ. ഓം ശുദ്ധ മാനസായേ നമഃ. ഓം ബിന്ദു തർപ്പണ സന്തുഷ്ടായേ നമഃ. ഓം പൂർവജായേ നമഃ. ഓം ത്രിപുരാംബികായേ നമഃ. ഓം ദശമുദ്ര സമാരാധ്യായേ നമഃ. ഓം ത്രിപുരാശ്രീ വശങ്കരിയേ നമഃ. ഓം ജ്ഞാനമുദ്രായേ നമഃ. ഓം ജ്ഞാനഗമ്യായേ നമഃ. ഇതിൻ്റെ സാമാന്യമായ അർത്ഥം കൂടെ നോക്കാം. ഓം സുവാസിന്യർച്ചന പ്രീത. സുവാസിനി അർച്ചന പ്രീത എന്ന് പറഞ്ഞാൽ ഭർത്തൃമതിയായ സ്ത്രീകൾ അല്ലെങ്കിൽ സുമംഗരിമാരായ സ്ത്രീകൾ ദീർഘസുമംഗരിയായിട്ടിരിക്കാൻ ആരാധിക്കുന്നത്. അതായത് ഭർത്തൃമതിയായ സ്ത്രീകളുടെ ആരാധനയിൽ പ്രീതിയുള്ളവളാണ് ദേവി. അതായത് സ്ത്രീകൾ ദീർഘസുമംഗരിയായിട്ടിരിക്കാൻ ദേവിയെ ആരാധിക്കുന്നു. അതിൽ പ്രീതയായിട്ടിരിക്കുന്നവൾ ദേവി. ഓം ആശോഭനായേ നമ. ആശോഭന, എവിടെയും എപ്പോഴും തേജോരൂപിണിയായി ഇരിക്കുന്നവൾ ദേവി. ഓം ശുദ്ധമാനസായേ നമ. ശുദ്ധമാനസ, ശുദ്ധമായ യാതൊരുവിധ കളങ്കവുമില്ലാത്ത മനസ്സോട് കൂടിയവൾ. അപ്പോൾ നമ്മളും ദേവിയോട് അടുക്കുമ്പോൾ നമ്മുടെ മനസ്സും ഒരു വിധത്തിലുള്ള കളങ്കവും ഇല്ലാതാകണം. ഓം ബിന്ദുതർപ്പണ സന്തുഷ്ടായേ നമ. ബിന്ദുതർപ്പണ സന്തുഷ്ട. ബിന്ദു എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തിലെ സർവാനന്ദമായ അവസ്ഥയെ അത് വിധിപൂർവം തർപ്പണം ചെയ്യുന്നതിൽ പ്രീതയായിട്ടുള്ളവളാണ് ദേവി. അത് താന്ത്രികപരമായ കാര്യങ്ങളാണ്. ഓം പൂർവജായേ നമ. എല്ലാറ്റിനും മുമ്പേ ഉള്ള പൂർവജ, പണ്ടേ ഉള്ളത് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൾ ദേവി. ഓം ത്രിപുരാംബികായേ നമ. ത്രിപുരാംബിക, ത്രിപുരങ്ങളുടെയും മാതാവായിട്ടുള്ളവൾ. ത്രിപുരങ്ങളെന്ന് പറഞ്ഞാൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തിയുണ്ട്. പിന്നെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരമുണ്ട്. ഭൂർഭുവസ്വഹ ഉണ്ട്. ഭൂർഭുവസ്വ ഉണ്ട്. അങ്ങനെ എല്ലാ മൂന്ന് വെച്ച് പറയുന്ന എല്ലാത്തിൻ്റെയും മാതാവായിട്ടുള്ളവളാണ് ദേവി. അതാണ് ത്രിപുരാംബിക. ഓം ദശമുദ്ര സമാരാധ്യായേ നമ. 10 മുദ്രകൾ കൊണ്ട് വേണ്ട പോലെ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ഓം ത്രിപുരാശ്രീ വശങ്കരിയേ നമ. ത്രിപുരാശ്രീ എന്ന് പറയുന്നത് ശ്രീവിദ്യാചക്രത്തിലെ ഒരു ദേവതയാണ്. ലളിതാ പരമേശ്വരിയുടെ സ്വാധീനത്തിലാണ് ആ ദേവതയുള്ളത്. അതുകൊണ്ട് ത്രിപുരാശ്രീ വശങ്കരി, ത്രിപുരാശ്രീ എന്ന ദേവതയാൽ ആരാധിക്കപ്പെടുന്നവൾ, അല്ലെങ്കിൽ ത്രിപുരാശ്രീ എന്ന ദേവതയെ സ്വാധീനിക്കുന്നവൾ. ഓം ജ്ഞാനമുദ്രായേ നമ. ജ്ഞാനമുദ്ര സ്വരൂപത്തിലിരിക്കുന്നവൾ ദേവി. അതായത് ചിന്മുദ്ര രൂപം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെയൊക്കെ മുദ്രയാണ് ചിന്മുദ്ര. അതുപോലെ ജ്ഞാനമുദ്രയുടെ സ്വരൂപത്തിലിരിക്കുന്നവൾ ദേവി. ഓം ജ്ഞാനഗമ്യായേ നമ. താത്വികമായ ജ്ഞാനം കൊണ്ട് മാത്രം പ്രാപിക്കപ്പെടേണ്ടവളാണ് ദേവി. അപ്പം അത് നിർഗുണാവസ്ഥയെ അറിയാൻ നമ്മൾ ജ്ഞാനം വേണം. ആ താത്വികമായ ജ്ഞാനം എന്ന് പറയുന്നത് ഗുരുമുഖത്തിൽ നിന്നും ഉപാസന കൊണ്ടും ഒക്കെ നേടേണ്ടതാണ്. അങ്ങനെ താത്വികമായ ജ്ഞാനം കൊണ്ട് മാത്രം പ്രാപിക്കപ്പെടേണ്ടവളാണ് ദേവി. ഇപ്പോൾ നമ്മൾ നമ്മൾ 1000 നാമങ്ങളിലോട്ട് അടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓരോരോ നാമങ്ങൾ കൊണ്ട് നമ്മൾ ദേവിയെ കൂടുതൽ അറിയുകയാണ്. അങ്ങനെ പുതിയ നാമങ്ങളും പുതിയ അറിവുകളും കൊണ്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും ദേവിയെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഈ പ്രപഞ്ചമാതാവ് എല്ലാ മക്കൾക്കും നമ്മളാകുന്ന എല്ലാ മക്കൾക്കും നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.